നമസ്കാരം. ഇന്ത്യ ഈ മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്തും അതിൻ്റെ കയറ്റുമതി രംഗത്തും വലിയ കുതിച്ചുചാട്ടം നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സന്തോഷിക്കാൻ പുതിയൊരു വാർത്തയും കൂടി വരികയാണ്. ഗൂഗിൾ എന്നറിയാമല്ലോ, അവർ മൊബൈൽ ഫോൺ അവരുടെ സ്വന്തം ബ്രാൻഡിൽ ഇറക്കുന്നുണ്ട്. അത് ഗൂഗിൾ പിക്സൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഗൂഗിൾ പിക്സലിൻ്റെ സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് വാച്ചുകളും ഇയർബഡ്സും അടക്കമുള്ളവ നമ്മുടെ ചൈനയിൽ നിന്ന് അവർ അടപടലം മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ വിയറ്റ്നാമും ഉണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് ഇപ്പോൾ ആപ്പിൾ ഉണ്ട്, സാംസങ് ഉണ്ട്, ഇതപ്പോൾ ഗൂഗിളും ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് സ്ഥിരീകരണമായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ അമേരിക്കയും ചൈനയുമായിട്ടുള്ള നിരന്തരമായ തർക്കങ്ങൾ, കൂടാതെ പുതിയ നികുതി നിരക്കുകൾ വന്നു ചൈനയിൽ. ഒരു രാജ്യത്തെ മാത്രം, അതായത് ചൈനയെ മാത്രം ആശ്രയിച്ച് ഉൽപ്പാദനം നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പ്രശ്നമാണ്, അതിൻ്റെ ആ വിതരണ ശൃംഖല തന്നെ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ചൈനയിൽ വലിയ മത്സരം ഈ ബ്രാൻഡുകൾ നേരിടുന്നുണ്ട്. അവരുടെ തന്നെ സ്വന്തം ബ്രാൻഡായ ഷവോമി, ഓപ്പോ, അതേപോലെ ഹുവായ് എന്നല്ല, വാവേ എന്നൊക്കെയാണ് അതിനെ പറയുക. HUAWEI എന്നാണ്. അത് ഏത് രീതിയിലാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് കൃത്യം, അതായത് നമുക്ക് ഹുവായ് എന്ന് ഉദ്ദേശിക്കാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വലിയ മത്സരം ഈ പറയുന്ന ഗൂഗിൾ ആയാലും ശരി, ആപ്പിൾ ആയാലും ശരി, സാംസങ് ആയാലും നേരിടുന്നു. ഇതൊക്കെ പുറമെ ചൈനയിൽ ഇപ്പോൾ തൊഴിലാളികളുടെ ശമ്പളവും മറ്റ് ചെലവുകളും നിർമ്മാണ ചെലവുകളും ഒക്കെ വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ച് 2027 ചൈനയിലെ നിർമ്മാണം പൂർണ്ണമായി അവസാനിപ്പിച്ച് ഉൽപ്പാദനം പൂർണ്ണമായി ഇന്ത്യയിലേക്കും വിയറ്റ്നാമിലേക്കും മാറ്റാനായിട്ടാണ് ഗൂഗിൾ അതിൻ്റെ വിതരണക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിതരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഗൂഗിൾ അവിടെ നേരിട്ട്, അവിടെ എന്നല്ല എവിടെയും നേരിട്ട് അവരുടെ ഒരു ഫാക്ടറി സ്ഥാപിച്ച് നിർമ്മിക്കുകയല്ല. അവർ ആ ടെക്നോളജി മാത്രം കൈമാറും. അത് നിർമ്മിക്കാനായിട്ട് മറ്റ് കമ്പനികളുണ്ട്, അവരെയാണ് ഈ നിർമ്മാണ വിതരണക്കാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗൂഗിള്, നിങ്ങൾ എത്രയും പെട്ടെന്ന് 2027 ഇന്ത്യയിലേക്കും വിയറ്റ്നാമിലേക്കും അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ മാറ്റുക. ഇപ്പോൾ വിയറ്റ്നാമിനെ കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടില്ല, പക്ഷേ ഈ പ്രീമിയം പിക്സൽ ഫോണുകളുടെ നിർമ്മാണം വിയറ്റ്നാം വിജയകരമായി പൂർത്തിയാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിളിന് ചൈന വിടാൻ ഇപ്പോൾ ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അവർ വിയറ്റ്നാമിലും ഇന്ത്യയിലുമായിട്ടുള്ള നിർമ്മാണം തുടങ്ങാനായിട്ടാണ് പദ്ധതി ഇട്ടേക്കുന്നത്. ഏതായാലും സാംസങ്ങിന് ശേഷം ചൈനയിൽ നിന്നുള്ള ഉൽപ്പാദനം പൂർണ്ണമായി പിൻവലിക്കുന്ന രണ്ടാമത്തെ വലിയ ബ്രാൻഡായിട്ട് ഇപ്പോൾ ഗൂഗിള് മാറിയിരിക്കുകയാണ്. സാംസങ് തങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ നിർമ്മാണ ഫാക്ടറി ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. അപ്പോൾ അവരുടെ പിന്നാലെയാണ് ഇപ്പോൾ ഗൂഗിളും ഇങ്ങോട്ട് വെച്ചുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നോയിഡയിലെ പ്ലാന്റിൽ മാത്രം പ്രതിവർഷം 12 കോടിയിലധികം സ്മാർട്ട് ഫോണുകളാണ് ഇപ്പോൾ സാംസങ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ താമസമില്ലാണ്ട് ഗൂഗിളും ഈ വഴിയിൽ തന്നെ വരും. ഇന്ത്യയിൽ ഇതിനോടകം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിതരണ ശൃംഖലകൾ, അപ്പോൾ അതേപോലെയുള്ള ചില കമ്പനികൾ ഇന്ത്യയിൽ ഇതിനോടകം തന്നെ, പേര് പറയുകയാണെങ്കിൽ ഫോക്സ്കോൺ അല്ലെങ്കിൽ ഡിക്സൺ ടെക്നോളജീസ്, ഇവരുമായിട്ടൊക്കെ സഹകരിച്ച് തമിഴ്നാട്ടിലും നോയിഡയിലുമായിട്ട് ഗൂഗിൾ പിക്സൽ നേരത്തെ തന്നെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ആഗോള കയറ്റുമതി ഗൂഗിൾ വൻതോതിൽ വർദ്ധിപ്പിക്കാനായിട്ടുള്ള പദ്ധതിയാണ് ഇടുന്നത്. കൂടുതൽ സ്ഥലങ്ങളിൽ ഗൂഗിൾ പിക്സൽ ഫോണുകളുടെ നിർമ്മാണം നടക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു 62,500 കോടി രൂപയുടെ ഒരു പദ്ധതിയുണ്ട്. അത് പദ്ധതിയുടെ പേര് മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം എന്നാണ്. അപ്പോൾ ഇതുവഴി ഗൂഗിളിൻ്റെ പങ്കാളികൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൂഗിള് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള പ്രചോദനമായത്. അപ്പോൾ എന്താണ് ഈ പദ്ധതി എന്ന് വിശദീകരിച്ച് തരാം. ഇന്ത്യയിൽ നിർമ്മിച്ച് വിൽക്കുന്ന മൊബൈൽ ഫോണുകളുടെ വിറ്റുവരവിന് കമ്പനികൾക്ക് 2.25% മുതൽ 5% വരെ സാമ്പത്തിക ആനുകൂല്യം നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് നേരത്തെ പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ ആ സ്കീം. മൊബൈലിൻ്റെ പ്രധാന ഭാഗങ്ങളും അനുബന്ധ സാമഗ്രികളും ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങുന്ന കമ്പനികൾക്ക് 1.5% അധിക ആനുകൂല്യവും കൂടി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിർമ്മിച്ച് ലാഭം ഉണ്ടാക്കുന്ന മാത്രമല്ല, സർക്കാരിൻ്റെ പ്രോത്സാഹന സമ്മാനവും കിട്ടും. അപ്പോൾ പിന്നെ ഇങ്ങ് പോന്നാൽ മതിയല്ലോ. അപ്പോൾ ആപ്പിൾ, നമ്മുടെ ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിളും ഇന്ത്യയിൽ ഉൽപ്പാദനം കൂട്ടുന്നുണ്ടെങ്കിലും ഇപ്പോഴും ചൈനയിലെ ഫാക്ടറിയെ തന്നെയാണ് ഇപ്പോഴും വലിയ തോതിൽ ആശ്രയിക്കുന്നത്. ആപ്പിളും ക്രമേണ ഇന്ത്യയിലോട്ട് പൂർണ്ണ തോതിൽ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വിദേശത്ത് നിന്ന് പൂർണ്ണമായി നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഫോണുകൾക്ക് സർക്കാർ വലിയ തോതിൽ കസ്റ്റംസ് നികുതിയൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ തന്നെ നിർമ്മാണം നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്യുന്ന ഗൂഗിൾ അടക്കമുള്ള ഫോണുകൾക്ക് വലിയ രീതിയിൽ നികുതി ഒഴിവുകൾ അല്ലെങ്കിൽ നികുതി ഭാരം
വലിയ രീതിയിൽ കുറച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇത്തരം കമ്പനികളെ ഇന്ത്യയിലോട്ട് എത്താൻ അല്ലെങ്കിൽ ഇന്ത്യൻ വിപണി വലിയ ആകർഷകമാകാൻ അവരെ സഹായിച്ചത് ഇത്തരം ഘടകങ്ങളാണ്. ഇപ്പോൾ ഗൂഗിള് തങ്ങളുടെ ഇന്ത്യയിലെ ആകെ ഡിജിറ്റൽ മേഖലയ്ക്കായിട്ട് 79,000 കോടി രൂപ, അത് അമേരിക്കൻ കണക്കിൽ പറയുകയാണെങ്കിൽ $10 ബില്യൺ ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താനായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈ ഫോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 75,000 കോടി രൂപ ഗൂഗിൾ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് എന്ന് കരുതരുത്. അവർ വേറൊരു പരിപാടിക്ക് വേണ്ടിയാണ്, അത് അവരുടെ ഡിജിറ്റലൈസേഷൻ ഫണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഗൂഗിളിൻ്റെ CEO ആരാണെന്ന് അറിയാമല്ലോ, ഇന്ത്യക്കാരനായ സുന്ദർ പിച്ചൈ. അപ്പോൾ അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്താണ് ഗൂഗിള് ഇന്ത്യയിൽ ഈ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് ഈ 75,000 കോടി രൂപ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം, അതുകൂടാതെ ഡിജിറ്റൽ ഇക്കോസിസ്റ്റം വികസിപ്പിക്കാൻ, അവരുടെ വലിയ രീതിയിലുള്ള ഡാറ്റാ സെൻറ്ററുകളടക്കം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്രയും രൂപ ഇന്ത്യയിൽ ചെലവിടുന്നത്. അപ്പോൾ ഇതിനു പുറമെ മറ്റൊരു സംഗതി കൂടി അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ കാലം AI സാങ്കേതിക വിദ്യയാണല്ലോ. അപ്പോൾ AI സേവനങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപയും ഗൂഗിള് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യവും, നേരത്തെ പറഞ്ഞ 75,000 കോടിയും ഈ 1.25 ലക്ഷം കോടിയും ഈ ഫോൺ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഗൂഗിൾ അവരുടെ നേരിട്ട് ചെയ്യുന്നതാണ്. ഈ ഫോൺ ഉണ്ടാക്കാനുള്ള ചുമതല നേരത്തെ പറഞ്ഞതുപോലെ ചില കോൺട്രാക്റ്റ് എടുത്ത് നിർമ്മാണം നടത്തുന്ന ചില കമ്പനികൾക്ക് വേണ്ടിയാണ്. അവര് ഇതിനു വേണ്ടിയിട്ട് നിക്ഷേപം നടത്തുന്നുണ്ട്. അതായത് ഈ പിക്സൽ ഫോൺ ഉൽപ്പാദനത്തിനായി നേരിട്ട് അല്ലെങ്കിൽ ഗൂഗിളുമായിട്ട് ധാരണയിലുള്ള ഈ ഫോക്സ്കോൺ അല്ലെങ്കിൽ ഡിക്സൺ ടെക്നോളജീസ്, ഇവരൊക്കെ അവരുടെ പ്ലാന്റുകൾ വികസിപ്പിക്കാനായിട്ട് അവരുടെ സ്വന്തം നിലയിൽ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ നിക്ഷേപിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഫോക്സ്കോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഇലക്ട്രോണിക്സ് പ്ലാന്റുകൾക്കായി വലിയ തോതിലുള്ള നിക്ഷേപം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആപ്പിളിൻ്റെ കാര്യം പറയാം. ഈ ആപ്പിൾ ഫോൺ നമ്മുടെ നേരത്തെ തന്നെ ഇന്ത്യയിൽ നിക്ഷേപം തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അവർ നിലവിൽ ഏതാണ്ട് 18% ഇന്ത്യയിലാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 2027 അത് 25% വർദ്ധിപ്പിക്കാനായിട്ട് ആപ്പിളിൽ ലക്ഷ്യമിടുന്നുണ്ട്. കൂടാതെ ഐഫോണുകൾക്ക് പുറമെ ഐപാഡ്, എയർപോഡ്സ് എന്നിവയുടെ നിർമ്മാണവും ഇന്ത്യയിലേക്ക് പൂർണ്ണമായി മാറ്റാൻ ആപ്പിൾ ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പഴയ ഒരു ബ്രാൻഡ് പരിചയപ്പെടാം. അതിൻ്റെ പേര് ഓണർ എന്നാണ്. അതും ചൈനീസ് ബ്രാൻഡാണ്. കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ വിപണിയിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങിയാണ് ഓണർ. ഞാനും വ്യക്തിപരമായിട്ട് ഈ ഓണർ ഫോൺ ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ വരും വർഷങ്ങളിൽ തങ്ങളുടെ പ്രീമിയം ഫോണുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള പരിപാടിയിലാണ് ഈ ഓണർ എന്ന് പറയുന്ന കമ്പനി. ഇന്ത്യയിൽ നിന്നുള്ള മൊബൈൽ ഫോൺ കയറ്റുമതി ഇപ്പോൾ ചരിത്ര നേട്ടം കൈവരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കയറ്റുമതി ഉൽപ്പന്നമായിട്ട് ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ മാറിയിട്ടുണ്ട്. 2014 അത് നമ്മുടെ കയറ്റുമതി ഇനങ്ങളിൽ 153ാമത് സ്ഥാനത്തായിരുന്നെങ്കിലാണ് ഇപ്പോൾ അത് 1ാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത്. ഏതാണ്ട് 10-12 വർഷം കൊണ്ടാണ് അത് നേടിയത് എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള മൊബൈൽ കയറ്റുമതിയിൽ 165 മടങ്ങ് വർധനവാണ് രേഖപ്പെടുത്തിയത്. 2014-15 സാമ്പത്തിക വർഷത്തിൽ വെറും 1,566 കോടി രൂപയായിരുന്ന കയറ്റുമതി നിലവിലിപ്പോൾ 2025-26 വർഷത്തിൽ 2.59 ലക്ഷം കോടി രൂപയായിട്ട് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാവി കാലങ്ങളിൽ ഈ സ്മാർട്ട് ഫോൺ, മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്ത് ഇന്ത്യ ഒരു പൊളി പൊളിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ചൈനയിൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന ഇത്തരം മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പിക്സലിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞത്. ഇനി മറ്റു പല ബ്രാൻഡുകളും ആ ക്യൂ പിടിച്ച് ഇങ്ങ് വരും. ഇപ്പോൾ ഓണറൈറ്റിൻ്റെ കാര്യവും ഓണർ ഫോണിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൈനയിലെ പ്രതികൂല സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ നിക്ഷേപകരും കൂടുതൽ സംരംഭങ്ങളും ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള കാര്യവും ഉറപ്പാണ്.